എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എത്രയോ മഹാത്മാക്കൾ, അനവധി മഹാത്മാക്കൾ ഇവിടെ ഇരുന്ന് ഭഗവാന്റെ കഥകൾ ഭക്തിയോടുകൂടി അർത്ഥം വളരെ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞു തരുന്നു. ഇങ്ങനെയുള്ള ഈ വേദിയിൽ വെച്ച് ഈ ഉള്ളവന് എന്താ പറയാൻ കഴിയുക? എന്നാലും ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ആ ഭഗവാന്റെ അത് എത്ര അബദ്ധമായാലും സ്വവാഗ്വിസർഗോ ജനതാക വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി നാമാന്യനന്ദസ്യ യശോങ്കിതാനി ശൃണ്വന്തി ഗായന്തി ഗണന്തി സാധവ. മഹാത്മാക്കളുടെ അനുഗ്രഹം, അവരുടെ ആ ദർശനം മാത്രം കൊണ്ട് തന്നെ നമ്മൾക്ക് ശുദ്ധി ലഭിക്കുന്നു. തീർത്ഥങ്ങളിൽ അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ ശുദ്ധി കുറേ ദിവസത്തെ ഉപാസന കൊണ്ടാണ്. എന്നാൽ ഈ ഭഗവാന്റെ കടാക്ഷം ഇങ്ങനെയുള്ള സദസ്സിൽ വന്നാൽ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാത്ത മഹാത്മാക്കളുടെ സാന്നിധ്യം പോലും ഇവിടെ ഉണ്ടാവും. എൻ്റെ മനസ്സ് സ്ഥിരമായിട്ട് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ നിലയ്ക്കണം. അതാണ് തന്നെയാണ് പുരന്ദരദാസര് തൻ്റെ കീർത്തനത്തിൽ പറയുന്നു. അതിമനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ കീർത്തനങ്ങളിലും ഭഗവാന്റെ ഭക്തി തുളുമ്പി വരികയാണ്. അനാഥബന്ധു കാരുണ്യ സിന്ധു നീനെ അനാഥബന്ധു കരുണാ സിന്ധു നീനെ അനാഥ ബന്ധു കരുണാ സിന്ധു മദഗജವೆಲ್ಲ ಕೂಡಿದರೇನು ಅದರ ಸಮಯಕ್ಕೆ ಉದಗಲಿಲ್ಲ ಮದನನಯ್ಯ ಮಧುಸೂದನನೆಂದರೆ ಮುದದಿದ ಬಂದು ಒದಗಿದ ಕೃಷ್ಣ ನೀನೆ ಅನಾಥ ಬಂಧು കരുണാ സിന്ധു. അതായത് ഗജേന്ദ്രനെ രക്ഷിക്കുവാൻ ഭഗവാൻ മദഗജം കൂടെയുള്ള ആനകളൊക്കെ ഒഴിവാക്കി ആരുമില്ല രക്ഷയ്ക്ക് എന്ന് വന്നപ്പോൾ ആ ഭഗവാനെ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഭഗവാൻ അവിടെ രക്ഷിക്കാനെത്തി. അപ്പോൾ അനാഥ ബന്ധുവാണ് ഭഗവാൻ. പതികളൈവരു ഇതരേണു സതിയ ഭംഗ കൊതകലില്ല ഗതി നീനെ മുകുന്ദ ഗതി നീനെ മുകുന്ദായന്തരേ അതിവേഗതി ബന്ധു ഒതകിത ശ്രീകൃഷ്ണ. ആ നിറഞ്ഞ സഭയിൽ വെച്ച് കശ്മീരിലായ ആ ദുശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രം ആക്ഷേപം ചെയ്യുമ്പോൾ ഭഗവാനെ ഒരു വിളിയാണ്, ഗതി നീനെ മുകുന്ദ. ആ സമയത്ത് ഭഗവാൻ വസ്ത്രരൂപത്തിൽ വന്ന് രക്ഷിച്ചു. ആ പാഞ്ചാലിയുടെ ആ പാതിവ്രത്യ ബലം, ഭഗവാന്റെ കാരുണ്യം രണ്ടും കൂടി വസ്ത്രരൂപത്തിൽ പാഞ്ചാലിയെ രക്ഷിച്ചു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ കാരുണ്യത്തെ അനുസ്മരിക്കൂ എന്നാണ് പുരന്ദരദാസൻ പറയുന്നു. പിന്നെയും പറയുന്നു, ശിലയ രക്ഷിസി കുളകേതേ ബലിയ ഗോലിതു സൽപദവിയനീതേ. ಶಿಲೆಯ ರಕ್ಷಿಸಿ ಕುಳಗೇತಂದೆ ಬಲಿಯಗೊಲಿದು ಸಲ್ಪದವಿಯನೀತೆ. ನಂಬಿದ ಭಕ್ತರ സലകുവ ദേവ. ശിലയെ രക്ഷിಸಿ, അതായത് ശിലയായി കിടക്കുന്ന ആ അഹല്യയെ തൻ്റെ പാദസ്പർശം കൊണ്ട് ശാപത്തിൽ നിന്ന് മോചനം കൊടുത്തു. അങ്ങനെയുള്ള ആ കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനെ, അതുപോലെ മഹാബലിയെ, ആ മഹാബലിയുടെ അഹങ്കാരമൊക്കെ തീർത്ത് ത്രിഭുവനെ ഇന്ദ്രനാക്കി തന്നെ അനുഗ്രഹിച്ചു. അങ്ങനെയുള്ള നമ്പിത ഭക്തര സലകുവ ദേവ ചെലുവ പുരന്ദര വിഠല ശ്രീകൃഷ്ണ
ನಂಬಿದ ಭಕ್ತರ ಸಲಹುವ ದೇವ ಚೆಲುವ ಪುರಂದರ ವಿಠಲ ಶ್ರೀಕೃಷ್ಣ ನೀನೆ അനാഥ ബന്ധു കരുണാ സിന്ധു. അങ്ങനെയുള്ള ആ ഭഗവാനാണ് കാരുണ്യ സിന്ധു. ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ഭീഷ്മരുടെ സ്തുതിയാണ് അടിയന് അനുസ്മരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് വളരെയധികം ഗഹനമായ വളരെയധികം ഭക്തന്മാർ എത്രയോ പറഞ്ഞാലും തീരാത്തതായിട്ടുള്ള ഒരു വലുതായിട്ടുള്ള രത്നം. അതിൻ്റെ മഹിമ എങ്ങനെ പറയാൻ പറ്റും? എന്നാലും അവരവരുടെ ശക്തിക്കനുസരിച്ച് നമ്മളിപ്പോൾ സമുദ്രത്തിൽ പോയാൽ നമ്മുടെ കയ്യിൽ എത്ര ജലം കിട്ടുമോ ആ ജലം തന്നെ സമുദ്ര ദേവതയ്ക്ക് അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ അത് അനുസ്മരിക്കാം. നമ്മൾ സാധാരണ നിലയ്ക്ക് ശ്രവണം കഴിഞ്ഞാൽ മനനം എന്നുണ്ട്. മനനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വലത്തെ ചെവിയിൽ കൂടി കേട്ട് ഇടത്തെ ചെവിയിൽ വിടാതെ ഉള്ളിലേക്ക് ഗ്രസിക്കുക, മനനം അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ആ മനനം കൊണ്ടാണ് ഈ ദുന്ധുകാരിക്ക് മോക്ഷം കിട്ടിയതെന്ന് പറയാം. എന്നിട്ട് വീണ്ടും അദ്ദേഹം ഗോകർണൻ സപ്താഹം ആരംഭിച്ചു, എല്ലാവർക്കും മുക്തി നൽകി എന്ന് പറയുന്നു. അപ്പോൾ ശ്രവണം എന്നുള്ളത് അതുപോലെ ഇപ്പോൾ നമ്മൾ ആ ഭീഷ്മരുടെ ആ പരമമായിട്ടുള്ള ഭക്തിയുടെ മഹത്വത്തെ വർണ്ണിക്കുന്ന ആ സ്തുതി എന്തൊരു മനോഹരമായിട്ടാണ് ഭഗവാൻ തൻ്റെ ഭക്തരോടുള്ള വാത്സല്യം കാണിക്കുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. സാക്ഷാൽ കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ അവിടെ തന്നെ ആ ദ്വാരകയ്ക്ക് പുറപ്പെട്ട ഭഗവാൻ അവിടെ തന്നെ നിൽക്കുകയാണ് കുറച്ചുകൂടി. എന്താ കാരണം? തൻ്റെ പരമഭക്തനായിട്ടുള്ള ഭീഷ്മരെയും അനുഗ്രഹിച്ചിട്ട് വേണം ദ്വാരകയിലേക്ക് പോവാൻ എന്ന് നിശ്ചയിച്ച് ഭഗവാൻ അവിടെ ആ കുന്തിദേവിയുടെ സ്തുതി കേട്ട് അവിടെ തന്നെ താമസമാക്കി. അപ്പോഴാണ് ധർമ്മപുത്രർക്ക് ഒരു ദുഃഖമുണ്ടാകുന്ന മനസ്സിൽ. താൻ ഈ ഭാരതയുദ്ധം വഴി എത്രയെത്ര കുട്ടികളെ പിതാക്കളില്ലാതാക്കി തീർത്തു, എത്രയെത്ര കന്യകമാരെ വിധവകളാക്കി, അതുപോലെ സ്ത്രീകളെ, യുവതികളായിട്ടുള്ള സ്ത്രീകളെ വിധവകളാക്കി തീർത്തു. ഇതൊക്കെ തൻ്റെ ഒരു സ്വാർത്ഥ ബുദ്ധി കൊണ്ടല്ലേ? തനിക്ക് ആ രാജ്യത്തിലുള്ള ആ അഭിവാഞ്ച കാരണം ഈ വലുതായിട്ടുള്ള ഹിംസയ്ക്ക് താനൊരു കാരണക്കാരനായി എന്ന് വിചാരിച്ച് മനസ്സിലിങ്ങനെ എന്തെന്നില്ലാത്ത ഒരു പശ്ചാത്താപം ഉണ്ടാവുകയാണ്. വാസ്തവത്തിൽ ധർമ്മത്തിൻ്റെ മർമ്മം അറിയുന്ന ധർമ്മപുത്രർക്ക് അങ്ങനെ സംശയം വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതാണ് സർവം ഭവൽ പ്രേരണയൈവ നൂനം. ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ആ സംശയം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ധർമ്മപുത്രർക്ക് അറിയാം. മനസ്സിലിങ്ങനെ വളരെ വിഷമമായി ഭഗവാന്റെ അടുത്ത് പറയുകയാണ്. ഭഗവാൻ വളരെയധികം ഉപദേശിച്ച് നോക്കി, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിന് ശാന്തിയാവുന്നില്ല. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, അങ്ങയുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമ്മളുടെ പിതാമഹൻ്റെ സമീപത്തിൽ പോയി സംശയം ചോദിച്ചാൽ അങ്ങയുടെ എല്ലാവിധ സംശയങ്ങളും തീരും. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ ധർമ്മപുത്രരെയും അനുജന്മാരെയും എല്ലാവരും കൂടി കുരുക്ഷേത്രത്തിൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹൻ്റെ പാതാര വിന്ദങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ഭഗവാനെ കണ്ട മാത്രയിൽ തന്നെ ഭഗവാന് എന്തെന്നില്ലാത്ത ആ ഭക്തിഭാവത്തിൽ ഭീഷ്മർ ഹൃദിസ്ഥം പൂജയാമാസ. ഭഗവാനെ കണ്ട മാത്രയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ സ്വീകരിക്കണം എന്നുണ്ട്. പക്ഷേ തൻ്റെ ഈ അവസ്ഥയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മനസ്സുകൊണ്ട് ഹൃദിസ്ഥം പൂജയാമാസ. അപ്പോൾ അവരവരുടെ ശക്തിക്കനുസരിച്ച് എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ആ സന്ദർഭത്തിൽ ഭീഷ്മപിതാമഹന് തൻ്റെ ഹൃദയം കൊണ്ട് പക്ഷേ ഭഗവാനാണെങ്കിലോ ഹൃദയം കൊണ്ടാണ് ഭഗവാൻ സ്വീകരിക്കുക എന്ന് കാണിക്കുമാറ് പുഞ്ചിരിച്ചുകൊണ്ട് ഭീഷ്മപിതാമഹൻ ഭീഷ്മപിതാമഹൻ്റെ മുൻപിൽ ഭഗവാൻ തൻ്റെ സഹോദരന്മാരെയും ആനയിച്ചുകൊണ്ട് അങ്ങനെ നമസ്കരിച്ച് എല്ലാവരും ഭീഷ്മപിതാമഹനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെയാണെങ്കിലോ അനേകം ഋഷീശ്വരന്മാർ, രാജർഷയ, ദിവ്യന്മാരായിട്ടുള്ള ത്രികാലജ്ഞാനികളായിട്ടുള്ള രാജർഷയ, അതുപോലെ തന്നെ
എന്താ ലോകത്തിൽ വെച്ച് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതായിട്ടുള്ള ഋഷിവര്യന്മാരുടെ ഒരു വലുതായിട്ടുള്ളൊരു സദസ്സ് തന്നെ ഉണ്ടായി എന്ന് പറയാണ്. ബൃഹദശ്വോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുത വസിഷ്ഠ ഇന്ദ്ര പ്രമദ ത്രിദോഗ്സമസോ അസിത കഷ്ഠിവാൻ ഗൗതമോ ത്രിശ്ച കൗശികോദ സുദർശന അന്യേ ച മുനിയോ ബ്രഹ്മൻ ബ്രഹ്മരാധാദയോ മലാഹ ശിഷ്യൈ ഉപേതാ ജഗ്മു കശ്യപാങ്കിരസാദിഹ. അനേകം ഋഷീശ്വരന്മാർ, ഇവരുടെ പേര് ഉച്ചരിച്ചാൽ തന്നെ എല്ലാവിധ പാപങ്ങളും തീരും എന്ന് പറയാണ്. അങ്ങനെയുള്ള മഹർഷിമാരൊക്കെ അവിടെ സന്നിഹിതരായിട്ടുണ്ട്. എന്താ കാരണം? ഭീഷ്മപിതാമഹൻ്റെ ആ ധർമ്മ ഉപദേശം കേൾക്കാൻ വേണ്ടി. അപ്പോൾ ആ ഭീഷ്മപിതാമഹൻ്റെ യോഗ്യത എത്രയാണ്? എല്ലാ മഹർഷിമാരും അവിടെ വന്നിരിക്കുകയാണ്. സാക്ഷാൽ പരശുരാമൻ സന്നിഹിതനായിട്ടുണ്ട്, ഗുരുനാഥനാണ്. ഭീഷ്മപിതാമഹൻ്റെ ഗുരുനാഥനാണ് പരശുരാമൻ. പരശുരാമൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ അനേകം ഋഷീശ്വരന്മാർ എത്തിയിട്ടുണ്ട് ആ ഭീഷ്മപിതാമഹൻ്റെ ഉപദേശം കേൾക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ആ മഹാത്മാവ് ആ പാണ്ഡവരെ അങ്ങോട്ട് വാത്സല്യത്തോടു കൂടി നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ നിങ്ങൾ വരൂ, വളരെ സന്തോഷമായി നിങ്ങൾ വന്നത്. ഈ സമയത്ത് ആ ഭഗവാന്റെ ആ ഒരു തിരുവുള്ളം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഇവിടെ വന്നത്. വളരെ സന്തോഷമായി എന്നുള്ള നിലയ്ക്ക് അവരെ സ്വാഗതം ചെയ്തു. പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള യോഗ്യതകളുമുണ്ട്. ലോകത്തിൽ വെച്ച് എല്ലാവരെയും ജയിക്കാനുള്ള പൗരുഷം, അതുപോലെ ധനുർവിദ്യയിൽ ശ്രേഷ്ഠനായിട്ടുള്ള അർജുനൻ, എല്ലാവരും പരമയോഗ്യന്മാരാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നിങ്ങൾ ബ്രാഹ്മണരെയും അതുപോലെ തന്നെ ഋഷീശ്വരന്മാരെയും ഒക്കെ വേണ്ട വിധം ശുശ്രൂഷിക്കുന്നു എന്ന് മാത്രമല്ല, ശ്രീകൃഷ്ണങ്കൽ എപ്പോഴും ഭക്തിയുണ്ട്. എന്തൊക്കെ യോഗ്യതകൾ എന്ന് പറഞ്ഞാൽ ലോകപാലന്മാർ പോലും വന്ദിക്കും, അത്ര പൗരുഷം. ധനുർവിദ്യയിൽ ശ്രേഷ്ഠനായിട്ടുള്ള അർജുനൻ, അതുപോലെ തന്നെ നല്ല മല്ലയുദ്ധത്തിൽ ശ്രേഷ്ഠനായിട്ട് ഭീമൻ, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഭഗവാൻ കൃഷ്ണൻ തന്നെ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുമുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു, പലതരത്തിലുള്ള ദുഃഖങ്ങൾ. പക്ഷേ അങ്ങനെയൊക്കെ ദുഃഖം ഉണ്ടായാലും സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ നിങ്ങളെ ആ ആപത്തിൽ നിന്നൊക്കെ രക്ഷിച്ചു. അതൊക്കെ ഭഗവാന്റെ ഒരു ലീല തന്നെയാണ് എന്ന് പറയാം. ഭഗവാന്റെ ലീല, ഭഗവാൻ ഇച്ഛിക്കുന്നത് പോലെ ലോകത്തിലൊക്കെ നടക്കുള്ളൂ. അപ്പോൾ നല്ല പൗരുഷമുണ്ട്, അതുകൊണ്ട് ദുഃഖിക്കാൻ ദുഃഖിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചാൽ അതൊക്കെ വെറുതെയാണ്. എല്ലാ വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ, ഭീഷ്മര്, അതുപോലെ ഭീമൻ, ധർമ്മനിഷ്ഠയുള്ള ധർമ്മപുത്രർ, ഇത്രയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. ഒക്കെ ഈ ഭഗവാന്റെ ലീലയുടെ ഭാഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭഗവാനോട് ആ ഭഗവാന്റെ മുഖത്ത് അങ്ങോട്ട് നോക്കിക്കൊണ്ട് പറയുകയാണ്. എന്നിട്ട് ഭഗവാനാവട്ടെ ധർമ്മപുത്രരോട് ചോദിച്ചു, എന്ത് സംശയം വേണമെങ്കിലും ചോദിച്ചോളൂ, എല്ലാത്തിനും വേണ്ട വിധത്തിലുള്ള സംശയം ഇപ്പോൾ അങ്ങയ്ക്ക് തീർക്കാം എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിനൊക്കെ വിസ്തരിച്ച് രാജധർമാൻ, സ്ത്രീധർമാൻ, മോക്ഷധർമാൻ, ഭഗവത് ധർമാൻ, അനേകം ധർമ്മങ്ങൾ പറഞ്ഞു. അവസാനം ചോദിച്ചു ധർമ്മപുത്രർ, ഈ ധർമ്മങ്ങളൊക്കെ പറഞ്ഞുവല്ലോ, ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം ഏതാ? അതൊന്നറിഞ്ഞാൽ കൊള്ളാം എന്ന് പറയാണ്. അപ്പോൾ പറഞ്ഞു, ഏഷമേ സർവധർമാണാം ധർമ്മോധികതമോ മത യൽ ഭക്തിയ പുണ്ടരീകാക്ഷം സ്തവൈരർച്ചേന്നരസത. ഈ മുമ്പിൽ നിൽക്കുന്ന ഈ താമര കണ്ണനെ ഭക്തി കൊണ്ട്, സ്തോത്രങ്ങളെ കൊണ്ട് അർച്ചിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം ഇല്ല എന്ന് പറയുകയാണ്. അതാണ് ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത. ആ നാമസ്തോത്രം, അതാണ് സഹസ്രനാമമായിട്ട് അദ്ദേഹം ജപിച്ചത് എന്ന് പറയുകയാണ്. ഏഷമേ സർവധർമാണ്, എല്ലാ ധർമ്മങ്ങളിലും വെച്ച് പരമശ്രേഷ്ഠം ഭഗവാന്റെ നാമകുസുമങ്ങളെ കൊണ്ട് അർച്ചിക്കലാണ് എന്ന് പറയുകയാണ്. എന്നിട്ടാണ് സഹസ്രനാമം ജപിച്ചത്. അങ്ങനെയുള്ള ആ ഭീഷ്മപിതാമഹൻ ഭഗവത് ഭക്തന്മാരിൽ ഒരു മഹാശ്രേഷ്ഠനായിട്ടുള്ള ഭക്തനാണ്. സ്വയംഭൂർ നാരദ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർവയ്യാസകിർവയം. അങ്ങനെ 12 പേര് ഭാഗവത ധർമ്മത്തെ അറിയുന്നതിൽ ഭീഷ്മപിതാമഹൻ ഉണ്ട് എന്ന് പറയുകയാണ്. എന്താ അദ്ദേഹത്തിന് അറിയാം? എന്നാൽ പിന്നെ എന്താ ഈ ഭീഷ്മപിതാമഹൻ പാഞ്ചാലിയെ അപമാനിക്കുമ്പോൾ മിണ്ടാതെ നിന്നു എന്നൊക്കെ ചിലർ ചോദ്യം ചോദിക്കും. പക്ഷേ വാസ്തവത്തിൽ ഭീഷ്മർക്ക് അറിയാം
ഭഗവാൻ രക്ഷിക്കും, ഭഗവാൻ രക്ഷിക്കുമെന്ന് കാണണം. എങ്ങനെയാണ് ഭഗവാൻ രക്ഷിക്കുക എന്ന് കാണണം എന്ന് വിചാരിച്ച് ഭീഷ്മ പിതാമഹൻ അങ്ങനെ ഇരിക്കുകയാണ്. ഭക്തി, പാഞ്ചാലിയുടെ ഭക്തി കാണാനും ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ ലീല അവിടെ ഉണ്ടാവാൻ പോകുന്നു, അത് താൻ കാണണം. അത് താനിപ്പോൾ ആ ദുശ്ശാസനെ തടഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാത്സല്യം കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്നൊന്ന് കാണിക്കാൻ. എന്ന് മാത്രമല്ല, താൻ തന്നെയായാലും ഭഗവാന്റെ പരമഭക്തരാണ് ഭീഷ്മര്. അങ്ങനെയുള്ള താൻ തന്നെയാണെങ്കിലും അധർമ്മികളായിട്ട് കൂട്ടുപിടിച്ചാൽ ഇങ്ങനെ ശരശയിൽ കടക്കേണ്ടി വരും എന്ന് ലോകർക്ക് കാണിക്കുവാൻ വേണ്ടിയാണ്. ഭീഷ്മർക്ക് ദേഹത്തിലുള്ള അഭിമാനമില്ല. അപ്പോൾ ദേഹത്തിൽ എന്തു വന്നാലും അദ്ദേഹത്തിന് അതിൽ നിന്നും മുക്തരാണ്. പക്ഷെ ലോകർക്ക് കാണിക്കാൻ, ഏതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വേടൻ്റെ അമ്പുകൊണ്ട് കടന്നുവല്ലോ. വാസ്തവത്തിൽ ഭഗവാൻ ആവശ്യമില്ല, മരണത്തെ ജയിക്കാം. മരണം എന്ന് പറയുന്നത് ഭഗവാന് ഇല്ല തന്നെ. മരണം എല്ലാത്തിൻ്റെയും ഈശ്വരനാണ് ഭഗവാൻ. അന്തകാന്തകനായിട്ടുള്ള ഭഗവാൻ, കൃഷ്ണോ യോഗേശ്വരേശ്വര, അങ്ങനെയുള്ള ഭഗവാന് ഈ മരണത്തെ അല്ലെങ്കിൽ ഈ വേടൻ്റെ അമ്പുകൊണ്ട് ലോകത്തിൽ നിന്ന് പോകണം എന്നില്ല. പക്ഷേ ലോകർക്ക് കാണിക്കുകയാണ്, താൻ തന്നെയായാലും കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. പൂർവജന്മത്തിൽ ഭഗവാൻ ശ്രീരാമനായിട്ട് മരത്തിൻ്റെ മറവിൽ ബാലിയെ നിഗ്രഹിച്ചു. വാസ്തവത്തിൽ അതിൽ കുറച്ചൊരു അധർമ്മമുണ്ട്. അത് താൻ തന്നെയാണെങ്കിലും ഇതാ ലോകരെ കാണൂ, ഞാനിതാ അനുഭവിക്കുന്നു, ലോകർക്ക് കാണിക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് ഭഗവാനിപ്പോൾ ഒന്നുമില്ല. യമൻ്റെ ലോകത്തിൽ വന്ന ഗുരുനാഥൻ്റെ പുത്രനെ വീണ്ടെടുത്ത ഭഗവാന് മരണത്തെ ജയിക്കാനല്ല, പക്ഷെ ലോകർക്ക് കാണിക്കുക. അതേപോലെ തന്നെയാണ് ഭീഷ്മര് ലോകർക്ക് കാണിക്കുന്നു, ഞാൻ തന്നെയായാലും അധർമ്മത്തിന് ഭാഗം നിന്നാൽ ദാ എന്നെപ്പോലെ കടക്കേണ്ടി വരും എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് സാക്ഷാൽ ഭീഷ്മപിതാമഹൻ ആ ശരശയിൽ കടക്കുന്നത്. അങ്ങനെ എല്ലാ ധർമ്മങ്ങൾക്കും ശേഷം ഭഗവാനെ സേവിക്കലാണ്, ഭഗവാന്റെ നാമം കീർത്തിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം എന്നിട്ട് പറയുകയാണ്. അതിനുശേഷം അദ്ദേഹം തൻ്റെ ആ വാക്കുകളൊക്കെ ഉപസംഹരിച്ച് പറയുന്നു. തതോപസംഹൃത്യ ഗിര സഹസ്രണീഹി വിമുക്ത സംഗമന ആദിപൂരുഷേ കൃഷ്ണേ ലസൽപീതപടേ ചതുർഭുജേ പുരസ്ഥിതേ അമീലിത ദൃഗ്വ്യധാരയൽ. ആ മുൻപിൽ നിൽക്കുന്ന ആ ഭഗവാന്റെ മുഖകമലങ്ങളിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ എന്താ ഇപ്പോൾ വേദനയുണ്ടോ എന്ന് പറയുക. വേദനയുണ്ടോ? അങ്ങയ്ക്ക് ഒരു വേദനയുമില്ല. ആനന്ദ കണ്ണീരിൽ അങ്ങോട്ട് ആറാടിക്കൊണ്ട് വിശുദ്ധയാധാരണയാ ഹതാശുഭ തദീക്ഷൈവാശു ഗതായുധവ്യഥ നിവൃത്ത സർവേന്ദ്രിയ വൃത്തിവിഭ്രമ തുഷ്ടാവജന്യം വിസൃജഞ്ജനാർദ്ദനം. ഒരു വേദനയുമില്ല. അവിടുത്തെ ആ കടാക്ഷം കേട്ട് കഴിഞ്ഞാൽ ഈ സംസാര വേദന തന്നെ മറക്കുന്നു. പിന്നെയുണ്ടോ ഈ ശരശയ്യയുടെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ആ ഭഗവാനിൽ അങ്ങോട്ട് സമർപ്പിച്ച് ഞാനിതാ ഇനി ഏകാഗ്രമായിട്ട് ഏകാന്ത ഭാവത്തിൽ ഞാനിതാ ഭഗവാനെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ്. ഇതിമതിരുപകൽപ്പിത വിതൃഷ്ണ ഭഗവതി സാത്വത പുങ്കവേ വിഭൂംനി സ്വസുഖം ഉപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവ പ്രവാഹ. എൻ്റെ മതി, ഈ ബുദ്ധി വളരെയധികം വിഷയങ്ങളിൽ നിന്നൊക്കെ എത്രയോ തൃഷ്ണ ആർത്തിയില്ലാതെ ആസക്തിയില്ലാതെ ആസക്തിയില്ലാത്ത ഈ എൻ്റെ ബുദ്ധിയെ ഞാനിതാ ഭഗവാങ്കൽ സമർപ്പിക്കുന്നു എന്ന് പറയാണ്. ഭീഷ്മർക്കേ പറയാൻ പറ്റുള്ളൂ. വിഷയാസക്തി തീണ്ടാത്തതായിട്ടുള്ള എൻ്റെ ബുദ്ധിയെ ഇതാ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഭഗവതി സാത്വത പുങ്കവേ വിഭൂംനി സ്വസുഖം ഉപഗതേ ക്വചിത് വിഹർത്തും. ഭഗവാൻ വൈകുണ്ഠത്തിൽ ആ അനന്തൻ്റെ മെത്തയിൽ കടന്നുകൊണ്ട് ഭഗവാൻ അങ്ങനെ ആനന്ദിക്കുന്ന ഭഗവാന് കളിക്കുവാൻ വേണ്ടി പ്രകൃതിയെ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നമ്മളോടുകൂടി ലീലകളാടുന്നു എന്ന് പറയുകയാണ്. നമ്മൾ പ്രാരബ്ധം കൊണ്ട് ശരീരമെടുക്കുന്നു എങ്കിൽ ഭഗവാൻ ലീലയാ വിഗ്രഹം കൃത്വ കളിക്കുകയാണ്. പ്രകൃതി മുപേഷി എൽഭവ പ്രവാഹ. അങ്ങനെയുള്ള അവിടുത്തെ ആ എന്തൊരു മനോഹരമായിട്ടുള്ള രൂപം. ത്രിഭുവന കമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനെ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തുമേനവദ്യ. വിജയസഖി സാക്ഷാൽ പാർത്ഥസാരഥിയായിട്ടുള്ള അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ എന്തൊരു മനോഹരമായിട്ടുള്ള രൂപം. അവിടുന്ന് ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്ന
ദിവ്യസ്വരൂപം. ത്രിഭുവനഗമനം സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ നകസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ലോകത്തിലെ എല്ലാവരെയും ആനന്ദിക്കുന്നു. സൗന്ദര്യങ്ങളിൽ വെച്ച് സൗന്ദര്യം, ആശ്ചര്യങ്ങളിൽ വെച്ച് ആശ്ചര്യം, വീര്യങ്ങളിൽ വെച്ച് വീര്യം, എല്ലാത്തിൻ്റെയും കേന്ദ്രമാണ് അവിടുന്ന്. ലോകത്തിൽ എന്തെങ്കിലും അത്ഭുതം കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാന്റെ ശക്തിയാണ്. ധ്രുവൻ സ്തുതിക്കുന്നുണ്ടല്ലോ, യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്ത സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നമ്മൾക്ക് എന്തെങ്കിലും വിരൽ അനക്കണമെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ശക്തിയാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ശക്തിക്ക് ഇതാ അടിയൻ നമസ്കരിക്കുന്നു. രവികര ഗൗരവരാംബരം ദധാനെ, പീതാംബരം ധരിച്ചുകൊണ്ട് ആ അളകങ്ങളെ അങ്ങനെ മാടിക്കൊണ്ട് വിജയൻ സഖ ആ തേര് തെളിച്ചുകൊണ്ട് സൂതനായിക്കൊണ്ട് അങ്ങനെ ഉള്ള പാർത്ഥസാരഥിയായിട്ടുള്ള വിജയസഖിയായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ എനിക്ക് നിരവധി ആ ഭക്തി കൊണ്ട് എൻ്റെ മനസ്സ് എപ്പോഴും അലിമാറാവട്ടെ. യുധിതുരഗരജോ വിധൂമ്രവിശ്വ കചലുളിത ശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരൈഃ വിഭിദ്യമാന ത്വജി വിലസൽ കവചേസ്തു കൃഷ്ണ ആത്മാ. ആ കുതിരയുടെ കുളമ്പടിയിൽ നിന്ന് വരുന്ന പൊടി, അതുപോലെ തന്നെ വിയർപ്പ്, ഇതൊക്കെയായിട്ടുള്ള ആ ഭഗവാന്റെ ആ നെറ്റിത്തടം എന്തൊരു മനോഹരമാണ്. മമ നിശിതശരൈഃ, ഞാൻ ധാരാളം അസ്ത്രങ്ങൾ ആ ഭഗവാനിലേക്ക് അയച്ചിട്ടുണ്ട്. അതൊക്കെ ആ കവചങ്ങളൊക്കെ പിളർന്നുകൊണ്ട് ഭഗവാന്റെ മാറിടത്തിലേക്ക് തറച്ചിട്ടുണ്ട്. എന്നാൽ പോലും ആ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ടതൊക്കെ സ്വീകരിച്ചു. എങ്ങനെയാണോ ഭക്തന്മാർ വളരെ ശ്രദ്ധയോടുകൂടി പുഷ്പങ്ങൾ അർച്ചിക്കുമ്പോൾ ഭഗവാൻ അത് സ്വീകരിക്കുന്നത്, അതുപോലെ ഭഗവാൻ ഈ ഉള്ളവൻ്റെ അസ്ത്രങ്ങളെ തൻ്റെ മാറിടത്തിലേക്ക് സ്വീകരിച്ച് ആ രക്തബിന്ദുക്കൾ വന്നാൽ പോലും അതിലൊന്നും കോപിക്കാതെ അങ്ങനെ നിന്നുകൊണ്ട് സ്വീകരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഭഗവാങ്കൽ എനിക്ക് ഭക്തി ഉണ്ടാവണേ. അതുപോലെ തന്നെ ആ യുദ്ധത്തിൻ്റെ മധ്യത്തിൽ തുടങ്ങുമ്പോൾ, യുദ്ധം ആരംഭിക്കുമ്പോൾ ആരൊക്കെയാണ് യുദ്ധത്തിന് വന്നത് എന്നൊന്ന് കാണണം എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ പറഞ്ഞപ്പോൾ, ഓ വന്നോളൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു ഭഗവാൻ. ദാ ഇവരൊക്കെയാണ് ഭീഷ്മര്, ദ്രോണര്, കൃപര് എന്ന് പറഞ്ഞ ശല്യര്, അങ്ങനെ കുറേ ആളുകളെ അങ്ങനെ കാണിച്ചു കൊടുത്തു. ഇവർക്കൊക്കെ ഇന്ന ശക്തികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടപ്പോൾ സപതി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർ ബലയോ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനിക ആയുരക്ഷണാഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു. ഇങ്ങനെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുമ്പോൾ ഭീഷ്മർക്ക് മാത്രം കാണാൻ പറ്റി ഒരു കാഴ്ച. അതെന്താ? അവരുടെയൊക്കെ ആയുസ്സിനെ തൻ്റെ കടാക്ഷം കൊണ്ട് എടുത്ത് അർജുൻ്റെ കയ്യിലങ്ങോട്ട് കൊടുക്കുന്നത്, അർജുൻ്റെ ആ വില്ലിലേക്ക് ആവാഹിക്കുന്നത് കണ്ടു എന്ന് പറയുന്നത്. സ്ഥിതവതി പരസൈനികായുരക്ഷണ ഹൃതവതി പാർത്ഥസഖേ രതിർമാസ്തു. ഭഗവാനല്ലാതെ ഇവരെ ഒന്നും നിഗ്രഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അവരെ ഭഗവാൻ തൻ്റെ കടാക്ഷം കൊണ്ട് അവരുടെ ആയുസ്സിനെ അങ്ങനെ ഹരിച്ചു. അങ്ങനെയുള്ള ആ ഭഗവാങ്കൽ എനിക്ക് ഭക്തി ഉണ്ടാവണേ പറയാം. വ്യവഹിതപൃതന മുഖം നിരീക്ഷ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യ കുമതി മഹരത ആത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യ മേസ്തു. വ്യവഹിതപൃതന മുഖം നിരീക്ഷ, ഇവരൊക്കെ ബന്ധുക്കളാണ്, ഇവരെ എങ്ങനെയാണ് ഞാൻ വധിക്കുക? ഗുരുനാഥന്മാർ ഇവരൊക്കെ വധിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള നിലയ്ക്ക് ധർമ്മസങ്കടത്തിൽപ്പെട്ട ആ അർജുനനെ തൻ്റെ വാക്കുകളാൽ അദ്ദേഹത്തെ വീണ്ടും ആ അജ്ഞാനത്തെ നീക്കി കുമതി മഹരത് ആത്മവിദ്യയ ആ മതിയെ വേണ്ട വിധത്തിൽ തീർത്ത ആ ചരണരതി പരമസ്യ തസ്യമേസ്തു. അങ്ങനെയുള്ള പാർത്ഥസാരഥിയായിട്ടുള്ള ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അടിയന് രതി ഉണ്ടാവണേ. സ്വനിഗമമപഹായ മൽപ്രതിജ്ഞാം മൃതമധികർത്തും അവപ്ലുതോ രഥസ്ഥ ധൃതരഥ ചരണോപ്യയാൽ ചലൽ ഗുർഹരിവ ഹന്തുമിഭം ഗതോത്തരീയ. ഭഗവാനെ ഒന്ന് വേണ്ട വിധത്തിൽ കോപിപ്പിക്കണം എന്നുള്ള ഭാവത്തിൽ അസ്ത്രങ്ങൾ കുറേ തുടരെ അർജുൻ്റെ നേർക്ക് അങ്ങോട്ട് എയ്യാണ്. ആ സമയത്ത് ഭഗവാൻ കോപത്തോടുകൂടി ഭീഷ്മരുടെ നേർക്ക് ഭീഷ്മരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അസ്ത്രം എടുക്കില്ല,
ആയുധമെടുക്കില്ല എന്ന് സത്യം ചെയ്തിട്ടുണ്ട് ഭഗവാൻ. പക്ഷേ ആ ആയുധമെടുക്കില്ല എന്നുള്ള സത്യത്തെ ആ ഭഗവാൻ ഭീഷ്മരുടെ വാക്കിനെ സത്യമാക്കുകയാണ്. ശ്രീകൃഷ്ണനെ കൊണ്ട് അസ്ത്രമെടുപ്പിക്കും എന്ന് ഭീഷ്മർ പറഞ്ഞുവല്ലോ, അത് സത്യമാക്കി തീർക്കാൻ വേണ്ടി ഭഗവാൻ ആ ചക്രത്തെ എടുത്തുകൊണ്ട്, രഥചക്രത്തെ എടുത്തുകൊണ്ട് ഭീഷ്മരുടെ നേർക്ക്, എങ്ങനെയാണോ സിംഹം അങ്ങനെ വരികയാണ് ആ കുറുക്കൻ്റെ നേർക്ക്, അതുപോലെ അങ്ങനെ പറയുകയാണ് സാക്ഷാൽ ഭീഷ്മർ. എങ്ങനെയാണോ സിംഹം വരിക, പാഞ്ഞു വരുന്നത്, ഇതുപോലെ ധൃതരഥ ചരണോഭ്യയാൽ ചലർ ഗുരുഹരീവ ഹന്തുമിഭം ഗതോത്തരീയ. ആ തൻ്റെ തോളിലുള്ള ഉത്തരീയം പറന്നു പോകുന്നു, തൻ്റെ നേർക്ക് കോപത്തോടു കൂടി വരുന്നത് പോലെ അഭിനയിച്ചു പറയാണ്. കോപമില്ല ഭഗവാന്, പക്ഷേ തൻ്റെ ഭക്തനെ അങ്ങ് ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള നിലയ്ക്ക് ആ ഭീഷ്മരുടെ സത്യത്തെ സത്യമാക്കി തീർക്കാൻ, വാക്കിനെ സത്യമാക്കി തീർക്കാൻ എൻ്റെ നേർക്ക് വന്ന ആ പാർത്ഥസാരഥിയിൽ എനിക്ക് രതി ഉണ്ടാവണേ. ശീതവിശിക ഹതോ വിശീർണദംശ ക്ഷതജ പരിപ്ലുതാതതായിനോ മേ പ്രസവം അഭിസാര മദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ. അങ്ങനെയുള്ള ഭഗവാനാണ് എനിക്ക് ഗതി എന്ന് പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, തൻ്റെ നേർക്ക് യുദ്ധത്തിന് നേരിട്ട് വന്നതായിട്ടുള്ള ആ ഭഗവാൻ എനിക്ക് ഗതിയാണ്, എനിക്ക് ഗതി ആ ഭഗവാനാണ് എന്ന് പറയാണ്. അപ്പോൾ അവിടെ അഭിനയിക്കുകയാണ്, ഭീഷ്മരും ഭഗവാനും അഭിനയിക്കുന്ന ആ രംഗമാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ എനിക്ക് ഗതി ഉണ്ടാവണേ. വിജയരഥ കുടുംബാത്തതോത്രേ ധൃതയരശ്മിനി തത്രേക്ഷണീയേ ഭഗവതിരതിരസ്തുമേ മുമൂർഷോ യമിഹ നിരീക്ഷ്യ ഹതാഗതാ സ്വരൂപം. എത്രയോ സൈന്യങ്ങളൊക്കെ ആ ആയുധം കൊണ്ടിങ്ങനെ മരണപ്പെടുമ്പോൾ അവരൊക്കെ ആ ഭഗവാന്റെ രൂപം ഇങ്ങനെ കാണുകയാണ്. ശംഖചക്ര ഗദാപത്മധാരിയായിട്ടുള്ള ഭഗവാന്റെ രൂപം കണ്ട് അവരൊക്കെ മോക്ഷത്തെ പ്രാപിക്കുന്നു. അത് ഭീഷ്മർക്ക് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ, സാധാരണ ആളുകൾക്കറിയില്ല. അതാണ് അർജുനന് പോലും തൻ്റെ രൂപം എപ്പോഴാണ് കാണാൻ കഴിഞ്ഞത്? ദിവ്യം ദദാമി തേ ചക്ഷു, ദിവ്യമായിട്ടുള്ള കണ്ണ്. ഇവിടെ ഭീഷ്മർക്ക് ദിവ്യമായിട്ടുള്ള കണ്ണ് ഉള്ളത് കൊണ്ട് ആ കാഴ്ച കാണാൻ പറ്റി. ഓരോരുത്തരും കുതിരകൾ, ആനകൾ, അതുപോലെ സൈന്യങ്ങൾ, മനുഷ്യന്മാരൊക്കെ യുദ്ധത്തിലിങ്ങനെ മരണപ്പെട്ട് വീഴുമ്പോൾ അവരൊക്കെ ആ ഭഗവാന്റെ രൂപം ഇങ്ങനെ കണ്ട് മോക്ഷത്തെ അടയുന്നതായിട്ടുള്ള കാഴ്ച അത് പറയുകയാണ് ഭീഷ്മർ. ഞാനത് കണ്ട് അവിടുത്തെ ആ പാതാരവിന്ദങ്ങളിൽ അങ്ങനെയുള്ള ആ ഭഗവാങ്കൽ എനിക്ക് ഭക്തി ഉണ്ടാവണേ. ലളിതഗതി വിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാഹ നാരായണ കൃതമനുകൃതവത്യ ഉന്മദാന്താ പ്രകൃതി മകൻ കില യസ്യ ഗോപവദ്വ. രാസക്രീഡയുടെ പരിശുദ്ധി ഇവിടെ നമ്മൾക്ക് കാണാം. സാധാരണ പറയുകയല്ലോ, രാസക്രീഡ ഒരു സാധാരണ കേവലം സ്ത്രീ പുരുഷ സംഗമമാണെന്നല്ല, ഇത് ജീവാത്മ പരമാത്മ ഐക്യമാണ് എന്ന് കാണിക്കുന്നു. എന്താ? ഭീഷ്മ പിതാമഹൻ അവസാന സന്ദർഭത്തിൽ സ്മരിക്കണമെന്നുണ്ടെങ്കിൽ തൻ്റെ ആ ജീവൻ ഉപേക്ഷിച്ച് ഭഗവാങ്കൽ മുക്തിയായിട്ട് ഭഗവാങ്കൽ ലയിക്കുമ്പോൾ സ്മരിക്കുന്ന രംഗമാണ് ഈ രാസക്രീഡ രംഗം. അപ്പോൾ എത്ര പരിശുദ്ധിയാണ് ആ രാസക്രീഡയ്ക്ക് കൊടുക്കേണ്ടത്. ലളിതഗതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാഹ കൃതമനുകൃതവത്യ ഉന്മദാന്താഹ പ്രകൃതി മകൻ കില യസ്യ ഗോപവദ്വ. ഓരോ കൃഷ്ണനും ഓരോ ഗോപിയായിക്കൊണ്ട്, ഓരോ ഗോപി ഓരോ കൃഷ്ണൻ. അങ്കനാമങ്കനാമങ്കനേ അന്തരേ മാധവോ മാധവം മാധവം ചാന്തരേണ അങ്കന ഇത്തമാകൽപ്പിതേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഭഗവാൻ ആ നൃത്തമാടിയല്ലോ, ആ രാസക്രീഡ. അങ്ങനെയുള്ള ആ ഭഗവാൻ എന്നെ രക്ഷിക്കണേ, എൻ്റെ എല്ലാവിധ പാപവാസനയെയും. എനിക്ക് പാപവാസന ഇല്ല എന്നുള്ളത് ആദ്യം പറഞ്ഞു, എങ്കിലും ഒരിക്കലും ആർക്കും ആ ഒരു പാപവാസനയെ തീർക്കുന്ന അവിടുത്തെ സ്മരണ എന്നിൽ എപ്പോഴും നിലനിർത്തണമേ. മുനിഗണ നൃപവർയ സങ്കുലേന്ദ സദസി യുധിഷ്ഠിരരാജസൂയേഷാം അർഹണമുപവേദ ഈക്ഷണീയോ മമ ദൃശിഗോചര ഏഷ ആവിരാത്മാ. ആ രാജസൂയ സദസ്സിൽ വെച്ച് ധർമ്മപുത്രർ ഭക്തിയോടുകൂടി തൻ്റെ കണ്ണിൽ നിന്ന് ബാഷ്പം തൂക്കിക്കൊണ്ട് ആ ഭഗവാന്റെ പാതാരവിന്ദം കഴുകിക്കുന്ന രംഗം അങ്ങനെ സ്മരിക്കുകയാണ്. അഗ്രാസനത്തിൽ ഇരുത്തി 16,000
108 പത്നിമാരെയും ഇരുത്തി ആ ഭഗവാന്റെ പാതാരവിന്ദം കഴിക്കുന്ന ആ രംഗം അങ്ങനെ ഭീഷ്മർ സ്മരിക്കുകയാണ് അവസാന ഘട്ടത്തിൽ. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, മുനിഗണ നൃപപര്യ സങ്കുലേന്ദ സദസി യുധിഷ്ഠിര രാജസൂയേഷ ഹർഹണമുപവേദ ഈക്ഷണീയോ മമ ദൃശി ഗോചര ഏഷ ആവിരാത്മ. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും പ്രകാശിക്കുമാറാകണമേ. തമിമഹമഹമജം ശരീരഭാജാം ഹൃദി ഹൃദി ധിഷ്ഠിതം ആത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധിഗതോസി വിധൂത ഭേദമോഹ. അങ്ങനെയുള്ള ഭഗവാൻ, ഈ ഭഗവാൻ തന്നെയാണ് എല്ലാവരുടെ ഹൃദയത്തിലും ഹൃദി ധിഷ്ഠിതം, എല്ലാവരുടെ ഹൃദയത്തിലും തേജസ്സായിട്ട് ശോഭിക്കുന്നത്. ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ, എല്ലാവരിലും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ഹൃദി ധിഷ്ഠിതം ആത്മകൽപ്പിതാന. അങ്ങനെയുള്ള ആ ഭഗവാൻ പ്രതിദൃശം ഇവ നൈകഥാർക്കമേകം, ഒരേ ഒരു സൂര്യൻ, ആ സൂര്യൻ്റെ ആ ബിംബം, സൂര്യബിംബം പല ജലബിന്ദുക്കളിൽ പ്രതിബിംബിക്കുന്നു. ഇതുപോലെ ആ ഭഗവാൻ എല്ലാ ജീവരാശികളിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാങ്കൽ എനിക്ക് പ്രാർത്ഥനയുണ്ട്. അതെന്താ? എനിക്ക് ഒരു തരത്തിലുള്ള ഭേദം ഉണ്ടാവരുത്. ഭഗവാൻ വേറെ, താൻ വേറെ, അങ്ങനെയല്ല, എല്ലാം ഭഗവാൻ തന്നെ. ജഗന്മിഥ്യ, സത്യം ബ്രഹ്മ എന്നുള്ള ബോധം ഉണ്ടാവണേ. പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിധൂത ഭേദമോഹ. എല്ലാവിധ ഭേദമോഹങ്ങൾ ഭഗവാൻ മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ പ്രപഞ്ചത്തിൽ. രണ്ട് എന്നുള്ള അവസ്ഥയില്ല. ആ ഒരു അവസ്ഥയിൽ ആ ഭഗവാൻ മാത്രം എന്നുള്ള ആ ബോധം, അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം എന്നുള്ള ആ ജ്ഞാനം അടിയനുണ്ടാവണേ. സമധിഗതോസ്മി വിധൂത ഭേദമോഹ. ഇങ്ങനെ അങ്ങോട്ട് പറയുകയാണ്, ഭേദം ഉണ്ടാവരുത്. നമ്മൾക്കൊക്കെ എന്താ, ഈ ശരീരത്തിൽ ഞാൻ, ശരീരത്തോട് ബന്ധപ്പെട്ടത് എൻ്റെ, ഈ രണ്ട് ചങ്ങലയാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത്. ഈ ചങ്ങല പൊട്ടിച്ചെറിയാൻ കുന്തിദേവി പറഞ്ഞതുപോലെ, അല്ലയോ ഭഗവാനെ, ഈ സ്നേഹപാശത്തെ മുറിച്ച് കളയണമേ. സ്നേഹപാശം ഇമൻ ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ഈ പാണ്ഡവന്മാരിലും യാദവന്മാരിലുമുള്ള സ്നേഹപാശത്തെ മുറിച്ച് തരണേ എന്ന് കുന്തിദേവി പ്രാർത്ഥിച്ചു. അതുപോലെ ഭീഷ്മർ എല്ലാവിധ ഭേദമോഹവും ഇല്ലാതാക്കി തീർക്കണേ എന്ന് പറയാം. കൃഷ്ണേവം ഭഗവതി മനോവാഗ്ദൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസ ഉപാരമത്. ഇങ്ങനെ ആ ഭഗവാന്റെ രൂപത്തെ അങ്ങനെ കണ്ട് സ്തുതിച്ച് തൻ്റെ ആ ജീവാത്മാവിനെ തൻ്റെ ഉള്ളിലുള്ള പരമാത്മാവിൽ അങ്ങോട്ട് ലയിപ്പിച്ചു എന്ന് പറയാം. ഇങ്ങനെയുള്ള ആ ഭീഷ്മ പിതാമഹൻ്റെ സ്വർഗാരോഹണം കേട്ടുകഴിഞ്ഞാൽ ആർക്കാണ് ആ ഒരു ഭക്തിഭാവം ഉണ്ടാവാത്തത്? സകല ഹൃദയത്തിലേക്കും ഈ ഭീഷ്മരുടെ ചരിത്രം, ആ സ്തുതി കേട്ടാൽ ഭഗവാങ്കൽ ഭക്തി ഉണ്ടാകുന്നു. സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളെ സർവേ ബഭൂസ്തേ തൂഷ്ണീം വയാംസീവ ദിനാത്യയെ. എല്ലാവർക്കും എന്തെന്നില്ലാത്ത ആ ആനന്ദത്തെ ആ സന്ദർഭത്തിൽ ഉണ്ടായി എന്ന് പറയാണ്. അവിടെ ദേവന്മാർ ദുന്ദുഭിഘോഷം മുഴക്കി. അതുപോലെ തന്നെ എല്ലാവരും ആ പുഷ്പവൃഷ്ടിയെ ചെയ്തു ഋഷീശ്വരന്മാർ. അങ്ങനെ ആ ഭീഷ്മരുടെ സ്വർഗാരോഹണം വളരെ വിശേഷമാണ്. എല്ലാവിധ ബന്ധവും ജീവിതത്തിൽ നമ്മൾക്ക് ദുഃഖിക്കുവാൻ ഇടവരുന്നത് എന്താ? ശരീരത്തിലുള്ള ബന്ധം, ഞാൻ, ശരീരത്തോട് ബന്ധപ്പെട്ടതായിട്ടുള്ള എൻ്റെ, ഈ രണ്ട് ചങ്ങലയും ഇങ്ങനെ വേണ്ട വിധത്തിൽ ഈ ഭീഷ്മരുടെ സ്തുതി, നമ്മൾ ഭഗവാനെ സ്തുതിച്ചാൽ ഈ ബന്ധം നമ്മൾക്കുണ്ടാവില്ല. ശശംസു സാധവോരാജ്ഞാം കാൽപേതു പുഷ്പവൃഷ്ടയ തസ്യ നിർഹണാദീനി സമ്പരേതസ്യ ഭാർഗവ. ആ അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ അതിനുശേഷം യുധിഷ്ഠിർ അനുഷ്ഠിച്ചു. കാരയിത്വ മുഹൂർത്തം ദുഃഖിത. ഒരു മുഹൂർത്തം, കുറച്ച് നേരം ദുഃഖമുണ്ടായി. എന്താ? തൻ്റെ ആ മുത്തശ്ശനാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ കുറച്ച് നേരം തുഷ്ടൂർ മുനയോ ഹൃഷ്ടാ കൃഷ്ണം തൽ ഗുഹ്യനാമഭി തതസ്തേ കൃഷ്ണഹൃദയാ സ്വാശ്രമാൻ പ്രയയുഹു പുനഃ. അതിനുശേഷം എല്ലാവരും ഋഷീശ്വരന്മാരും ആ ഭീഷ്മരുടെ ആ മുക്തിയെ പുകഴ്ത്തിക്കൊണ്ട്, പാണ്ഡവരുടെ ഭക്തിയെ പുകഴ്ത്തിക്കൊണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് അവരവരുടെ ആ ഋഷി ആശ്രമങ്ങളിലേക്ക് പോയി. തതോ യുധിഷ്ഠിരോ ഗത്വ സഹകൃഷ്ണോ ഗജാഹ്വയം.
പിതരം സാന്ത്വയാമാസ ഗാന്ധാരിയും ച തപസ്വിനി. അതിനുശേഷം ആ ധർമ്മപുത്രർ ധൃതരാഷ്ട്രരെ സാന്ത്വനിപ്പിച്ചു, ഗാന്ധാരിയെയും. ഇങ്ങനെയുള്ള ആ ഭീഷ്മപിതാമഹൻ്റെ സ്വർഗാരോഹണം വിശേഷമാണ്. ഭക്തി ഉണ്ടാവാൻ നമ്മൾക്കും ഭക്തി ഉണ്ടാവണം. അതിനെന്താ വേണ്ടത്? നാമസങ്കീർത്തനം തന്നെയാണ് ഭക്തി ഉണ്ടാവാൻ മാർഗം. കരഞ്ഞപേക്ഷിച്ചു ജപിക്ക നാമം ഒരിക്കലും മറ്റൊരു പായമില്ല, പരമ്പദത്തിങ്കൽ അണഞ്ഞിടാനായി. കരഞ്ഞപേക്ഷിക്കണം. തിരുനാമാചാര്യൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭക്തി ഉണ്ടാവാൻ എന്താ ഒരു മാർഗം? കരഞ്ഞപേക്ഷിക്കണം. പലതിനും നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കത് കിട്ടണം, ആരോഗ്യം കിട്ടണം, സമ്പത്ത് കിട്ടണം, ലോകപ്രശസ്തനാവണം, പലതരം സ്ഥാനമാനങ്ങൾ കിട്ടണം, പലതും നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഭക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അചഞ്ചലയായ നിഷ്കപടമായിട്ടുള്ള ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടേണ്ടതായിട്ടൊന്നുമില്ല. ഭക്തി കിട്ടാണ്ട് മറ്റേതൊക്കെ കിട്ടിയിട്ട് കാര്യവുമില്ല. ത്വയി പ്രസന്നേ മൈ കിങ്കുണേന ത്വയി അപ്രസന്നേ മമ കിങ്കുണേന രക്തേ വിരക്തേജ വരേ വധൂനാം നിരർത്ഥക കുങ്കുമപത്രഭംഗ എന്ന് വില്ലുമംഗല സ്വാമിയാർ. ഭഗവാൻ എന്നിൽ സന്തോഷിച്ചാൽ പിന്നെ എനിക്ക് എന്താ വേണ്ടത്? ഒന്നും ആവശ്യമില്ല. നേരെ മറിച്ച് ഭഗവാൻ സന്തോഷിച്ചില്ല എന്ന് വയ്ക്കുക, എനിക്ക് എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? ഭഗവാനെയാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ഭഗവാനെ കിട്ടാൻ എന്ത് വേണം? കരഞ്ഞപേക്ഷിച്ചു ജപിക്കുക നാമം. ഭഗവാന്റെ നാമം നിരന്തരം ജപിക്കുക, ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കുക, ഭഗവാന്റെ മഹാത്മ്യത്തെ വിചാരം ചെയ്യുക. ശൃണ്വൻ വിപഠൻ വിചാരണപര. കേട്ടാൽ മാത്രം പോരാ, ശൃണ്വൻ വിപഠൻ വിശേഷേണ പഠിക്കണം. അതും പോരാ, വിചാരണപര, വിചാരം ചെയ്യണം. എന്താ അനേകം ഗഹനമായിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷെ ചിലതൊന്നും നമ്മൾക്ക് മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ എന്നാലും ഭഗവാന്റെ തിരുനാമം കീർത്തിച്ച് കുറേ കഴിയുമ്പോൾ അതിങ്ങനെ കുറേശ്ശെ മനസ്സിലായി തുടങ്ങും. തിരുനാമാചാര്യൻ പറയാറുണ്ട്, തൃണാദപി സുനീചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. ഭഗവാന്റെ നാമം ആർക്കാണ് എപ്പോഴും ജപിക്കുവാൻ കഴിയുക എന്ന് വെച്ചാൽ, തൃണാദപി സുനീചേന, ഞാൻ ഒരു പുള്ളിനേക്കാൾ താഴ്ന്നവനാണ് എന്നുള്ള വിനയം. തരോരപി സഹിഷ്ണുന, വൃക്ഷത്തേക്കാൾ ക്ഷമ. വൃക്ഷത്തിനെ നമ്മൾ വെട്ടിയാലും അതിൻ്റെ കുറച്ച് ഭാഗം അതിന് വീണ്ടും ഭൂമിയിൽ നിൽക്കാൻ അനുവദിച്ചാൽ അത് വീണ്ടും വളരുന്നു, തണൽ നൽകുന്നു, ഫലങ്ങൾ നൽകുന്നു. ഇതുപോലെ തരോരപി സഹിഷ്ണുന, നമ്മളെ ദ്രോഹിച്ചാലും മറ്റുള്ളവർക്ക് പകരം ചോദിക്കാതെ അവർക്ക് ആപത്ത് വരുമ്പോൾ സംരക്ഷിക്കുക, നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യുക. അതാണ് തരോരപി സഹിഷ്ണുന. അമാനിന മാനദേന, പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നുണ്ടാവും, നല്ല കാര്യങ്ങൾ, അതൊക്കെ ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു, താനല്ല ചെയ്യുന്നത്. ഭഗവാന്റെ കയ്യിലെ ഒരു ചട്ടുകം മാത്രം എന്നുള്ള ഭാവം. അമാനിന മാനദേന, മറ്റുള്ളവർ നല്ലത് ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കുക. ഓ, ഇവരെത്ര നല്ല കാര്യം ചെയ്യുന്നു, നോക്കൂ, എല്ലാം വിട്ടുകൊണ്ട് ഈ ഭഗവത് കഥ കേൾക്കാൻ അവിടെ ഇരിക്കുന്നു, എന്തൊരു ഭാഗ്യം, ഇതല്ലേ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ, ഭക്തന്മാർ ചെയ്യുന്നതായിട്ടുള്ള നല്ല സജ്ജനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ അഭിനന്ദിക്കുക. ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉള്ളവർക്കേ ഭഗവാനെ നിരന്തരം കീർത്തിക്കുവാൻ പറ്റുള്ളൂ എന്ന് തിരുനാമാചാര്യർ പറയുകയാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശ്ലോകമാണ് ഉദ്ധരിച്ചുകൊണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് തിരുനാമാചാര്യൻ ഉടൻ പറയും, എനിക്ക് ഈ ഗുണങ്ങളൊന്നും ഇല്ലല്ലോ വിചാരിച്ച് ഖേദിക്കേണ്ട, നിങ്ങൾ നാരായണ നാരായണ എന്ന് ജപിച്ചോളൂ, ഈ ഗുണങ്ങളൊക്കെ നിങ്ങളിൽ വന്നു ചേരും എന്ന് പറയുകയാണ്. അപ്പോൾ അതുപോലെ ഭഗവാന്റെ കഥകളിങ്ങനെ കേൾക്കണം. ശ്രവണം കീർത്തനം വിഷ്ണോ, ശ്രവണമാണ് പ്രധാനം. ഭഗവാന്റെ കഥകളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. ഭഗവാന്റെ കഥകളാണോ അത് കേൾക്കുക. അതാര് പറയുന്നാലും ഭഗവാന്റെ ആണോ എന്ന് മാത്രമേ നോക്കണ്ടൂ. ഭഗവാന്റെ കഥകളാണെങ്കിൽ അത് കേൾക്കുക. ശ്രവണം കീർത്തനം വിഷ്ണോ, ഭഗവാന്റെ നാമകീർത്തനങ്ങൾ കുറേ ശ്രവണം കഴിഞ്ഞു കഴിഞ്ഞാൽ കീർത്തന രൂപത്തിൽ നമ്മൾക്ക് ജപിക്കാറാവും. അങ്ങനെ ശ്രവണ കീർത്തനാദികൾ കഴിഞ്ഞാലോ സ്മരണം, ഭഗവാനെ എപ്പോഴും സ്മരിക്കാറാവണം. അതാ മൂന്നാമത്തെ പടവ്. ആ സ്മരണയ്ക്കാണ് ഭാഗവതത്തിൽ ഏറ്റവും പ്രാധാന്യം. എപ്പോഴും ഭഗവാനെ സ്മരിക്കുക. ഇനിയിപ്പോൾ പറയും, ആ രാജസൂയ സന്ദർഭത്തിൽ ആ രാജാക്കന്മാരെ മോചിപ്പിച്ചപ്പോൾ അവർ പറയുന്നു,
തന്നസമാധിശോപായം ഏനതേ ചരണാബ്ജയോ സ്മൃതിരി യഥാന വിരമേൽ അഭിസംസരതാമിഹ. ഞങ്ങൾക്ക് അല്ലയോ ഭഗവാനെ, അവിടുത്തെ കാരുണ്യം കൊണ്ട് ഈ ജരാസന്ധൻ്റെ ജയിലിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം കിട്ടി. പക്ഷേ അതുകൊണ്ടായില്ല. ഈ സംസാരമാകുന്ന ഒരു ജയിലുണ്ട്. ഇതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗം അവിടുത്തെ സ്മരണ ഞങ്ങളിൽ നിലനിർത്തി തരണം. തന്ന സമാധിശോപായം ഏനതേ ചരണാബ്ജയോ സ്മൃതിരി യഥാന വിരമേൽ അഭിസംസരതാമിഹ. ഈ സംസാരത്തിൽ പെട്ട് ഞങ്ങൾ ഓരോരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവിടുത്തെ സ്മരണ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ ഈ ഇതിൽ നിന്ന് മോചിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ സംസാരമാകുന്ന ജയിലിൽ നിന്നും കൂടി ഞങ്ങൾക്ക് മോചനം കിട്ടണം. അതുകൊണ്ട് അടിയങ്ങളുടെ പ്രാർത്ഥന എന്താ? അവിടുത്തെ സ്മരണ ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാവണേ. ഇതുതന്നെയാണ് ഗോപസ്ത്രീകളും അവസാനം ആഘുശ്ചതേ നളിനനാഭപദാരവിന്ദം യോഗേശ്വരൈ ഹൃതിവിചിന്യമഗാധബോധൈ സംസാരകൂപ പതിതോത്തരണാവലംബം സംസാരകൂപതിതോത്തരണാവലംബം ഗേഹഞ്ജുഷാമപി മനസ്സുതിയാൽ സദാന. ഞങ്ങൾ ഗൃഹസ്ഥാശ്രമികളാണ്. പല പ്രവൃത്തികളും ചെയ്യേണ്ടി വരും. പശുക്കളെ കറക്കുക, കുട്ടികളെ ലാളിക്കുക, അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക, പല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് അവിടുത്തെ മറന്നു എന്ന് വരാം. പക്ഷേ അങ്ങനെ മറന്നാൽ പോലും അവിടുന്ന് കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് പ്രകാശിപ്പിക്കണേ എന്ന് പറയുകയാണ്. എങ്ങനെയാണോ കിഴക്ക് ദിക്ക് സാക്ഷാൽ ആദിത്യ ഭഗവാൻ ഉദിച്ചു പൊങ്ങുന്നത് ആരും പറയാതെ, അതുപോലെ തന്നെ ഭഗവാനെ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയമാകുന്ന ആകാശത്തിൽ അവിടുത്തെ പാതാരവിന്ദം പ്രകാശിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആകുശ്ചതേ നളിനനാഭ പദാരവിന്ദം യോഗേശ്വര ഹൃദി വിചിന്യം അഗാധബോധൈ. യോഗീശ്വരന്മാർക്ക് പോലും ഹൃദയത്തിൽ അങ്ങനെ സങ്കല്പിക്കുക അത്ര മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആ പാതാരവിന്ദം അടിയങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് ഇങ്ങോട്ട് ദർശിപ്പിക്കണേ. അടിയങ്ങളെ ഓർമ്മിപ്പിക്കണേ. നമ്മളും ഭഗവാനോട് പ്രാർത്ഥിക്കണം. പല പ്രവൃത്തികളും ചെയ്യും, പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ നമ്മളും ആ ഭഗവാന്റെ സ്മരണ നമ്മളിൽ നിലനിർത്തണം. അതിന് പ്രാർത്ഥിക്കണം. ഭഗവാന്റെ സ്മരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ള ഓരോ തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് മുക്തി കിട്ടും. അങ്ങനെ വന്നാൽ ഈ സംസാര മുക്തി തന്നെ കിട്ടുന്നു. ഭഗവാങ്കലെത്താൻ പലതരത്തിലുള്ള തടസ്സങ്ങളാണ് ഈ ചിന്തകൾ. മനോരാജ്യങ്ങൾ പല ദിക്കിലും ഇങ്ങനെ സഞ്ചരിക്കുന്നു. എന്നാൽ ആ ഭഗവാന്റെ പാതാരവിന്ദത്തെ നിരന്തരം സ്മരിച്ചുകൊണ്ട് നാരായണ 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 അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ മനസ്സ് വേറെ എവിടെയും പോവില്ല. ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ മാത്രമേ യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസു മധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. നിശേഷതാപാൻ, എന്തൊക്കെ ദുഃഖങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഭൗതികമായും ആധിദൈവികമായും ആധ്യാത്മികമായും പലതരത്തിലുള്ള താപത്രയങ്ങൾ. നിത്യം ചിത്തസ്ഥിതമ്മേ, അവിടുത്തെ പാതാരവിന്ദം നിത്യം എല്ലായ്പ്പോഴും അടിയങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ പ്രകാശിക്കുമാറാകണമേ. അങ്ങനെ പ്രകാശിച്ചാൽ നമ്മൾക്കും ഈ സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. ആനന്ദത്തോടുകൂടി ജീവിതം നയിക്കുവാൻ കഴിയും, മറ്റുള്ളവരെയും ആനന്ദിപ്പിക്കുവാൻ കഴിയും. അതാണ് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു തൻ്റെ ശ്ലോകത്തിൽ പറയുന്നു, ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ശ്രേയക്കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാംബുധിവർദ്ധനം പ്രതിപദം പ്രേമാമൃതാസ്വാദനം സർവാത്മസ്നപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. മനസ്സാകുന്ന കണ്ണാടി സ്വച്ഛമാക്കാൻ ഒരേ ഒരു മാർഗം ഭഗവാന്റെ നാമസങ്കീർത്തനമാണ്. ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം. കഠിനമായിട്ടുള്ള സംസാര ചൂട് ഏറ്റുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുന്നു. ഈ സംസാരമാകുന്ന കാട്ടുതീനെ കെട്ടടക്കാനുള്ള ഒരു വിദ്യയാണ് ഭഗവാന്റെ നാമസങ്കീർത്തനം. ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം. ശ്രേയസ്സാകുന്ന ചന്ദ്രിക
വിതരണം ചെയ്യപ്പെടും. ഏതാണ് ശ്രേയസ്? ശ്രേയസാം യൽഭവേൽ ശ്രേയ പാവനാനാഞ്ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വൽ സാധനം തദ്വദാതുന. ശ്രീകൃഷ്ണ പാദാരവിന്ദ ഭക്തിയാണ് ശ്രേയസ്. ആ ചന്ദ്രിക വിതരണം ചെയ്യപ്പെടും ഭഗവാന്റെ നാമം ജപിച്ചാൽ. അപ്പോൾ എന്തൊക്കെയാണ്? മനസ്സിലെ മാലിന്യമൊക്കെ ഇല്ലാതായിത്തീരും. ചേതോ ദർപ്പണമാർജനം, ഭവമഹാദാവാഗ്നി നിർവാപണം, സംസാര ദുഃഖത്തെ ആ കാട്ടുതീയെ ഇല്ലാതാക്കി തീർക്കുന്നു. പിന്നെയോ പരമമായിട്ടുള്ള ഭഗവത് കൃഷ്ണഭക്തി ഉണ്ടാകുന്നു. ശ്രേയ കൈരവചന്ദ്രികാ വിതരണം, ആ ഭഗവാങ്കൽ ഭക്തി പൂർണ്ണമായാലോ ആത്മജ്ഞാനം സ്വയം പ്രകാശിക്കുകയായി. അപ്പോൾ ഈ ജനിക്കുക മരിക്കുക എന്നുള്ളത് തനിക്കുള്ളതല്ല, അത് ഈ ശരീരത്തിനാണ്. താൻ അതിൻ്റെ ആ ഭഗവാന്റെ തന്നെ പ്രതിബിംബമാണ്, ബിംബം ഭഗവാനാണ്. ആ ഒരു ഭാവം വരികയായി. അപ്പോൾ ജനന മരണ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടും. ഇതുതന്നെയാണ് വിഷ്ണോർ നാമൈവ പുംസ ശമലമപനുതൽ പുണ്യമുൽപാദയച്ച ബ്രഹ്മാദിസ്ഥാനഭോഗേഷു അരതി അഥ ഗുരോ ശ്രീപദദ്വന്ദ്വഭക്തി തത്വജ്ഞാനഞ്ച വിഷ്ണോ ഇഹ മൃതിജനനം ഭ്രാന്തിബീജം ച ദഗ്ധ്വ ബ്രഹ്മാനന്ദൈകബോധേ മഹതി ച പുരുഷം സ്ഥാപയിത്വാ നിവൃത്തം. ബ്രഹ്മാനന്ദബോധത്തിൽ നമ്മളെ ഉറപ്പിക്കും. ഇപ്പോൾ പറഞ്ഞുവല്ലോ, മയ്യർപ്പിതം സ്ഥിരം, മനോമയ്യർപ്പിതം സ്ഥിരം എന്ന് പറഞ്ഞു ആ അധ്യായത്തിൽ. നമ്മളുടെ മനസ്സിനെ അവിടെ ഉറപ്പിക്കും എന്ന് പറയാറ്. അത് വിഷ്ണോർ നാമൈവ പുംസ ശമലമപനുതൽ, എല്ലാ പാപവും പാപം ചെയ്യാനുള്ള വാസനയും ആദ്യമായിട്ട് ഇല്ലാതായിത്തരും. പുണ്യമുൽപാദയച്ച, പിന്നീട് പുണ്യം എന്ന് പറഞ്ഞാൽ സ്വർഗാദി ലോകങ്ങളിൽ പോയി സുഖിക്കാനുള്ള പുണ്യമല്ല ഇവിടെ പറയുന്നു. പിന്നെയോ സത്യം മാത്രം പറയുക, മറ്റുള്ളവരെ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഗുണങ്ങൾ. ക്ഷമ, ഇപ്പോൾ പറഞ്ഞല്ലോ മുമ്പേ ഗുണങ്ങൾ, അതൊക്കെ ആ ഗുണങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാണ്. പുണ്യമുൽപാദയച്ച ബ്രഹ്മാദിസ്ഥാനഭോഗേഷു അരതി, ഈ പ്രപഞ്ചം എല്ലാം തന്നെ നശിക്കുന്നതാണ്. നശിക്കാത്ത ഒരേക സ്ഥാനം എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമാണ്. ബ്രഹ്മാദിസ്ഥാനഭോഗേഷു അരതി. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകണോ? സ്വർഗത്തിലും സ്ഥിരമില്ല. എന്തിന്? ആബ്രഹ്മഭുവനാൻ ലോകാ പുനരാവർത്തിതോർജുന, എല്ലാ ദിക്കിലും അവിടെ ഒന്നും സ്ഥിരമല്ല എന്ന് പറയുകയാണ്. എന്നാൽ ഭഗവാന്റെ ലോകത്തിൽ പോയാലോ ന പുനർജന്മ വിദ്യത്തെ, വീണ്ടും ജനിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ആ ബ്രഹ്മാദിസ്ഥാനഭോഗേഷു അരതി അത ഗുരോഹോ ശ്രീപദദ്വന്ദ്വഭക്തി, ആ ഗുരുനാഥൻ്റെ പാതാരവിന്ദങ്ങളിൽ, ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാകുന്നു. അങ്ങനെ ഭക്തി വരുമ്പോൾ തത്വജ്ഞാനം, ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ജ്ഞാനം പ്രകാശിക്കുന്നു. തത്വജ്ഞാനഞ്ച വിഷ്ണോ ഇഹ മൃതിജനനം ഭ്രാന്തിബീജം ച ദഗ്ധ്വ. ഇതൊന്നും ജനിക്കുക മരിക്കുക എന്നുള്ളത് തനിക്കുള്ളതല്ല, ഇതൊക്കെ ദേഹത്തിനാണ്. താൻ ആ ദേഹത്തിൽ ചൈതന്യമായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നു. അതാണ് തത്വജ്ഞാനഞ്ച വിഷ്ണോ ഇഹ മൃതിജനനം ഭ്രാന്തിബീജം ച ദഗ്ധ്വ ബ്രഹ്മാനന്ദൈക ബോധേ. ആ ബ്രഹ്മാനന്ദ ബോധത്തിൽ നമ്മളെ പ്രതിഷ്ഠിക്കും പറയാണ്. അത്ര മഹിമയുണ്ട് ഭഗവാന്റെ തിരുനാമത്തിന്, അതുപോലെ ഭഗവത് കഥകൾക്ക്. അതാണ് ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിക്കുക. അപ്പം നമ്മളെപ്പോഴും ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ അത് ഭഗവത് സമർപ്പണമാണ്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എപ്പോഴും ഭഗവാന്റെ നാമസ്മരണയിൽ നമ്മൾക്ക് ജീവിക്കുവാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് ആത്മസമർപ്പണം, ഭഗവാന് സമർപ്പിക്കുക. ആ ഒരു തലത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നു. സർവാത്മസ്നപനം, മറ്റുള്ളവരെയും ആനന്ദിപ്പിക്കുവാൻ അങ്ങനെയുള്ള ഭക്തർക്ക് കഴിയുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നു ഭഗവാന്റെ നാമസങ്കീർത്തനം. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ സങ്കീർത്തനം പരം വിജയത്തെ, ഏറ്റവും ശ്രേഷ്ഠമായി വിജയിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെയും ഇതാ ഈ ഭാഗവതാമൃതത്തിൽ മഹാത്മാവായിട്ടുള്ള മള്ളിയൂർ മഹാത്മാവിൻ്റെ അനുസ്മരണ, അദ്ദേഹം മോക്ഷത്തെ പ്രാപിച്ചു, മറ്റുള്ളവരെയും ആനന്ദിപ്പിക്കുന്നു. സർവാത്മസ്നപനം, അദ്ദേഹം ആനന്ദം അനുഭവിച്ച് ഭഗവാങ്കൽ ലയിച്ചു.
മറ്റുള്ളവരെയും ഇതാ ഇവിടെ വരുന്നവരെയൊക്കെ ആ സമുദ്രത്തിൽ ആനന്ദ സമുദ്രത്തിൽ ആറാടിക്കുന്നു. സർവാത്മസ്നപനം പരം വിജയത്തെ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ഇങ്ങനെയുള്ള ഈ സദസ്സിൽ ഇരിക്കുവാനോ കുറച്ചെങ്കിലും ഭഗവാന്റെ കഥകൾ കേൾക്കുവാനോ കുറച്ചെങ്കിലും അനുസ്മരിക്കുവാൻ കഴിഞ്ഞാൽ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ ആ സ്മൃതി, ഭഗവാന്റെ ആ സ്മൃതി ജന്മലാഭ. ജീവിതത്തിൽ ഏതാണ് ലാഭം? കുറേ പ്രസിദ്ധി ഉണ്ടാവലോ, കുറേ ധനമുണ്ടാവലോ, അങ്ങനെയൊന്നും അതൊന്നും ലാഭമല്ല. ജന്മലാഭ പരപുംസാം ആ ഭഗവാന്റെ സ്മരണ ഉണ്ടാവലാണ്. ആ സ്മരണ നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാവണം. അതിനുള്ള വിദ്യയാണ് ഇവിടെ പ്രഭാതം മുതൽ സായം സന്ധ്യ വരെ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതിലങ്ങോട്ട് മുങ്ങിക്കഴിഞ്ഞാലോ നമ്മൾക്ക് ആ രത്നം, നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയതായിട്ടുള്ള രത്നം എന്ന് പറയുന്നത് ആ ഭഗവാൻ ശ്രീകൃഷ്ണ രത്നം, ആ കൃഷ്ണനെ നമ്മൾക്കുള്ളിൽ പ്രതിഷ്ഠിക്കുവാൻ കഴിയും. ശ്രീകൃഷ്ണരത്നം ലോകൈക എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ കിട്ടാനുള്ളത്? ആ ഭഗവാനെ കിട്ടിയില്ലെങ്കിൽ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ ഭഗവാനെ കിട്ടണം. അതിന് ആ ഒരു പ്രാർത്ഥനയിൽ പണ്ട് ഗോപശ്രീകൾ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾക്കും പ്രാർത്ഥിക്കാം. ഈ സദസ്സിൽ എത്രയെത്ര മഹാത്മാക്കളാണ് ഭഗവാന്റെ മഹിമകൾ ഇങ്ങനെ പറയുന്നു അനവരതം. അതിങ്ങനെ കേട്ടുകൊണ്ട് ഇതല്ലേ ജീവിതത്തിൽ ലാഭവും അൽഭക്തി ഉത്തമ. ജീവിതത്തിൽ ലാഭം എന്ന് പറയുന്നത് ഉത്തമമായിട്ടുള്ള ഭക്തി ഉണ്ടാവലാണ്. അങ്ങനെ ആ ഭക്തി ഉണ്ടാവാൻ ഈ ശ്രവണം എത്രയാണ് നമ്മളെ കരകയറ്റി ആ ഉത്തമമായിട്ടുള്ള ഭക്തിക്ക് അർഹരാക്കുന്നത്. അതുകൊണ്ട് നിരന്തരം ഭഗവത് സ്മരണ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക. വേറെ ഒന്നും വേണ്ട. ആ ഭഗവാങ്കൽ നിരന്തരമായിട്ടുള്ള സ്മരണ, ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മറന്നാലും ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കണം. അങ്ങനെയുള്ള ആ ഒരു ഉത്തമമായിട്ടുള്ള ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ ഇതല്ലേ ജീവിതത്തിൽ വെച്ച് ഏറ്റവും ലാഭം. ആ ലാഭം കിട്ടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വള്ളിയൂർ മഹാത്മാവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ മഹാത്മാക്കളുടെ പാതാരവിന്ദങ്ങളിലും ഇവിടെ ക്ഷമയോടുകൂടി ഇതിനെ കേട്ടുകൊണ്ട് ഇരിക്കുന്ന മഹാത്മാക്കളുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുന്നു. എത്രയെത്രയോ മഹാത്മാക്കൾ അതിമനോഹരമായിട്ട് ഭഗവാന്റെ കഥകൾ വർണ്ണിക്കുന്നു. അതുപോലെ ഭക്തിയുടെ ആ മഹത്വത്തെ വളരെയധികം ആനന്ദത്തെ നൽകുന്ന ആ വാക്കുകളാൽ നമ്മളെ ആനന്ദിപ്പിക്കുന്നു. ഇതിൽ നമ്മൾക്കും പങ്കുചേരാൻ, ഈ ഗംഗയിൽ നമ്മൾക്കും ഒരു പങ്കുകൊള്ളാൻ കഴിഞ്ഞാൽ ഇതല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയതായിട്ടുള്ള നേട്ടം. ആ നേട്ടം നമ്മുടെ ഉള്ളിൽ ആ ഭഗവാനെ പ്രതിഷ്ഠിക്കുവാൻ കഴിയണം. ഇതുകൊണ്ട് അതിന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആ ഭഗവത് കഥകളിൽ താല്പര്യമുണ്ടാവാനും തിരുനാമത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടാവാനും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുന്നു. അജ്ഞാത്വാതേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേതാ സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയാൽ വേദാ നാരായണീയം ശ്രുതിഷു ജജനുഷാസ്തുത്യഥാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈ ഇതമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവണേ. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ പ്രശോഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണ ചരണാരവിന്ദാഭ്യാം നമഃ. ഹരി ഓ